Dear friends, welcome back to ARC Digital Learning Platform. Traverse Surveying എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ബൗഡിച്ച് റൂൾ വെച്ചിട്ട് ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിനെ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ട്രാൻസിറ്റ് റൂൾ വെച്ചിട്ട്. ഓക്കെ, ഇത് ലെങ്ത് ആൻഡ് ബിയറിംഗ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തായിരുന്നു ഫസ്റ്റ് എന്ന് പറയുന്നത് ബൗഡിച്ച് റൂൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിരുന്നു. ഇനി എന്ത് ചെയ്യുക, ട്രാൻസിറ്റ് റൂൾ വെച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറുകൾ തന്നെ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെ ചെയ്തേ, ലൈൻ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, ബിയറിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, ലെങ്തും ബിയറിംഗും തന്ന് എന്ത് ചെയ്യാം, കോസ് തീറ്റ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, ലാറ്റിറ്റ്യൂഡ് കിട്ടുന്നു. സൈൻ തീറ്റ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, ഡിപ്പാർച്ചർ കിട്ടുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം അവിടെ കൂട്ടിയിട്ട് താഴെ എഴുതുന്നു. അതുപോലെ ഡിപ്പാർച്ചർ എല്ലാം അവിടെ കൂട്ടിയിട്ട് താഴെ എഴുതുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ എന്താ, നമുക്ക് ഫോർ എ ക്ലോസ്ഡ് ട്രാവേഴ്സ്, ഫോർ എ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്താ നമ്മുടെ ഇക്വേഷൻ, സിഗ്മ ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സിഗ്മ ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0. നമുക്കിവിടെ എന്താ എഴുതാം, സിഗ്മ ലാറ്റിറ്റ്യൂഡ് പ്ലസ് സി കോസ് തീറ്റ നമ്മുടെ കറക്ഷൻ ഈസ് ഈക്വൽ ടു 0 അല്ലേ. സിഗ്മ ലാറ്റിറ്റ്യൂഡ് നമ്മളിവിടെ എത്ര കണ്ടുപിടിച്ച് വെച്ചേക്കണേ, 0.52. കഴിഞ്ഞ അതെ ബൗഡിച്ച് റൂളിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. സി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. എനിക്ക് അവിടെ നിന്നിട്ട് സി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു -0.52 എന്ന് കിട്ടി അല്ലേ. എന്താ ഇതിൻ്റെ അർത്ഥം, എന്താ, ടോട്ടൽ കറക്ഷൻ ഇൻ ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു -0.52 ആണ്. എന്ന് വെച്ചാൽ എന്താ, എല്ലാ ലാറ്റിറ്റ്യൂഡിൽ നിന്നും കുറച്ച് സാധനം എന്ത് ചെയ്യണം, ഞാൻ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. സോ ഞാനിവിടെ കറക്ഷൻ എഴുതാം, കറക്ഷൻ ഫോർ ലാറ്റിറ്റ്യൂഡ്. നേരത്തെ അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത അതേപോലെ തന്നെ കറക്ഷൻ ഫോർ ലാറ്റിറ്റ്യൂഡ് എല്ലാം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലേ, നെഗറ്റീവ് ആയിരിക്കും. ടോട്ടൽ ഞാൻ എത്ര കുറയ്ക്കേണ്ടി വരും, 0.52 ഞാൻ കുറയ്ക്കേണ്ടി വരും. ഇനി എന്താണ്, ബൗഡിച്ച് റൂൾ വെച്ചിട്ട് എങ്ങനെ കറക്ഷൻ അപ്ലൈ ചെയ്യാം, അത് മാത്രമേ ഇവിടെയുള്ള ഡിഫറൻസ് ഉള്ളൂ. കറക്ഷൻ ഫോർ ലാറ്റിറ്റ്യൂഡ് ഓഫ് എനി സർവേ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറക്ഷൻ ഇൻ ലാറ്റിറ്റ്യൂഡ് ഇൻറ്റു ഇവിടെയാണ് നമുക്ക് ഡിഫറൻസ് ഉള്ളത്. എന്താ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ ലെങ്ത് ഡിവൈഡ് ബൈ പെരിമീറ്റർ ആണ് ചെയ്തതല്ലേ. ഇവിടെ എന്താ ചെയ്യാനുള്ളത്, ലാറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ലൈൻ ഡിവൈഡ് ബൈ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ട്രാവേഴ്സ്. ഓക്കെ, ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ട്രാവേഴ്സ്. ഇനി എന്താണ്, ലാറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ലൈൻ എനിക്കറിയാം, ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ട്രാവേഴ്സ് കണ്ടുപിടിക്കണം. ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ ഈ ട്രാവേഴ്സിൻ്റെ ലാറ്റിറ്റ്യൂഡുകളെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇതിൻ്റെ എല്ലാം കൂടെ സം എടുക്കണമെന്നാണ് അർത്ഥം അല്ലേ. ഓക്കെ ആണല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ശരി, ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കുന്നു. കിട്ടുന്നത് എത്രയാണ്, 0.52 അല്ലേ. അതായത് കറക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ ആ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇത് ആഡ് ചെയ്ത് വെക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഇത് ആഡ് ചെയ്താൽ കിട്ടുന്ന എന്താണ്, കറക്ഷനാണ്. ടോട്ടൽ കറക്ഷൻ ഫോർ ലാറ്റിറ്റ്യൂഡാണ് ഇത്. എന്ത് ചെയ്യുക, ഇതിൻ്റെ സൈൻ എല്ലാം ഒഴിവാക്കിയിട്ട് ആഡ് ചെയ്യുക, അതാണ് നമ്മുടെ ഡിനോമിനേറ്റർ. സോ ടോട്ടൽ സം ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ സൈനുകളെല്ലാം ഒഴിവാക്കിയിട്ട് ആഡ് ചെയ്യുക. അതായത് എന്താ, 62.97 പ്ലസ് 67.61 പ്ലസ് 143.67. ഇവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, മൈനസിനെ കൺസിഡർ ചെയ്യരുത്. പ്ലസ് 10.97 ഇവിടെയും മൈനസ് കൺസിഡർ ചെയ്യരുത്. പ്ലസ് 118.58. ഓക്കെ, മനസ്സിലായല്ലോ. ഈ മൈനസുകളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യല്ലോ. ഓക്കെ, അത് കൺസിഡർ ചെയ്യാതെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം നമുക്ക്, ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, എത്ര, 497.8 ആണ്. എത്ര കിട്ടുന്നുണ്ട്, 497.8. ഓക്കെ, 497.8. സോ ടോട്ടൽ കറക്ഷൻ ലാറ്റിറ്റ്യൂഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യല്ലോ, ഒരു സൈനും കൺസിഡർ ചെയ്യില്ല. സൈനെല്ലാം നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം അവിടെ കിട്ടാനുള്ള കറക്ഷൻ നെഗറ്റീവ്. ഇനി സൈനൊന്നും കൺസിഡർ ചെയ്യില്ല. ടോട്ടൽ കറക്ഷൻ ലാറ്റിറ്റ്യൂഡ് എത്രയായിരുന്നു, 0.52 അല്ലേ, 0.52 അല്ലേ. 0.52. ദാ ടോട്ടൽ കറക്ഷൻ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്
0.52 ആണ്. നമ്മളിനി എന്ത് ചെയ്യില്ല, ഒരു സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ 0.52 ഇൻറ്റു, ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, എ ബിൻ്റെ ചെയ്യുന്നു. ഓക്കെ, 0.52 ഇൻറ്റു ലാറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ലൈൻ, കറസ്പോണ്ടിങ് ലൈൻ എ ബി ആണെങ്കിൽ എ ബി, ദാറ്റ് ലൈൻ ഡിവൈഡ് ബൈ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ട്രാവേഴ്സ്. ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ട്രാവേഴ്സ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ, എത്രയായിരുന്നു? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 497.8 അല്ലേ, 497.8. ഓക്കെ, ഇതാണ് ഇനി നമ്മളെ ഇക്വേഷൻ. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യുക, കറക്ഷൻ ഫോർ latitude of AB is equal to 0.52 ഇൻറ്റു ലാറ്റിറ്റ്യൂഡ് ഓഫ് എ ബി. എ ബിയുടെ ലാറ്റിറ്റ്യൂഡ് എത്ര? എ ബിയുടെ ലാറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ, എവിടെ? എ ബിയുടെ ലാറ്റിറ്റ്യൂഡ് 62.97 അല്ലേ, 62.97 ഡിവൈഡഡ് ബൈ 497.8. ഓക്കെ, കിട്ടുന്ന ഉത്തരം ഇവിടെ എഴുതുക. ഓക്കെ ആണല്ലോ, ശരി. ഇനി എന്ത് ചെയ്യണം? കറക്ഷൻ ഫോർ ലാറ്റിറ്റ്യൂഡ് ഓഫ് ബി സി ഈസ് ഈക്വൽ ടു 0.52 ഇൻറ്റു ലാറ്റിറ്റ്യൂഡ് ഓഫ് ബി സി എത്രയാണെന്ന് നോക്കുക, ഡിവൈഡ് ബൈ 497.8 ചെയ്യുക. ഓക്കെ, അതുപോലെ ഇനി എന്താ, കറക്ഷൻ ഫോർ ലാറ്റിറ്റ്യൂഡ് എ ബി ബി സി, നെക്സ്റ്റ് എന്താ, സി ഡി ഈസ് ഈക്വൽ ടു 0.52 ഇൻറ്റു ലാറ്റിറ്റ്യൂഡ് ഓഫ് സി ഡി. ഇത് നമുക്കൊന്ന് നോക്കാം. ദേ, ലാറ്റിറ്റ്യൂഡ് ഓഫ് സി ഡി എത്ര വന്നിരിക്കുന്നത്? ലാറ്റിറ്റ്യൂഡ് ഓഫ് സി ഡി എന്ന് പറയുന്നത് -143.67 ആണ്. മൈനസ് ആണ്. മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യണോ? വേണ്ട. ഇനി ഒരു സൈന് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ 143.67 എത്ര? 143.67 ഇൻറ്റു 143.67 ഡിവൈഡ് ബൈ 497.8. ഓക്കെ, ഇവിടെ മൈനസ് കൺസിഡർ ചെയ്യുന്നില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു വാല്യൂവിനെ ഞാൻ സെപ്പറേറ്റ് എടുത്തത്. ഓക്കെ, അതുപോലെ കറക്ഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഫോർ സി ഡി കഴിഞ്ഞു. അടുത്ത ഏതാണ്? ഡി ഇ ഈസ് ഈക്വൽ ടു 0.52 ഇൻറ്റു ലാറ്റിറ്റ്യൂഡ് ഓഫ് ഡി ഇ ഡിവൈഡ് ബൈ 497.8 ചെയ്യുക. ഓക്കെ, അതുപോലെ ഇ എ, കറക്ഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഓഫ് എ, ഇ എ ഈസ് ഈക്വൽ ടു 0.52 ഇൻറ്റു ലാറ്റിറ്റ്യൂഡ് ഓഫ് ഇ എ ഡിവൈഡഡ് ബൈ 497.8 ചെയ്യുക. ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡെല്ലാം എനിക്ക് ആ മുകളിലത്തെ കോളത്തിൽ നിന്ന് അറിയാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലുമൊക്കെ 1-2 വാല്യൂസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഏതാ, എ ബിയുടെ ഒന്ന് ചെയ്ത് നോക്കാം. 0.52 ഇൻറ്റു 62.97 ഡിവൈഡഡ് ബൈ 497.8. ആൻസർ 0.66 എന്ന ആൻസർ കിട്ടി. ഓക്കെ, 0.66. അതുപോലെ സി ഡിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. 0.52 ഇൻറ്റു 0.52 ഇൻറ്റു 143.67 ഡിവൈഡ് ബൈ 497.8 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം 0.15. ഓക്കെ, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യുക, ഓരോ വാല്യൂസ് ആയിട്ട് നമുക്ക് മേലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 0.66 ആദ്യത്തേതാണ്, 0.66. പിന്നെ ഏത് ലൈൻ്റെ നമ്മൾ കണ്ടുപിടിച്ചേ? സി ഡിയുടെ അല്ലേ, 0.15. സി ഡി എവിടാ? സി ഡി ഇതേ മൂന്നാമത്തെ എ ബി ബി സി സി ഡി പോയിൻറ്റ്. സി ഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.15. ഓക്കെ, ഇത് കണ്ടുപിടിക്കുക. അതുപോലെ ഇത് കണ്ടുപിടിക്കുക. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കണം കേട്ടോ. ഇത് ഓരോന്നായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇതെല്ലാം കൂടെ നമ്മൾ കറക്ഷൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, കറക്ഷൻ ഫോർ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? കറക്ഷൻ ഫോർ ഡിപ്പാർച്ചർ അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ കാര്യം. സോ ലാറ്റിറ്റ്യൂഡിൻ്റെ കറക്ഷൻ കഴിഞ്ഞാൽ അതേപോലെ എന്താ, കറക്ഷൻ ഫോർ ഡിപ്പാർച്ചർ ഇവിടെ തന്നെ എഴുതാം നമുക്ക്. കറക്ഷൻ ഫോർ
ഡിപ്പാർച്ചർ ഓഫ് സർവേ ലൈൻ ഈസ് ഈക്വൽ ടു എന്താ? ടോട്ടൽ കറക്ഷൻ. നേരത്തെ എഴുതിയ കഴിഞ്ഞ ക്ലാസ്സിൽ അതേ സാധനം. ഇൻ ഡിപ്പാർച്ചർ ഇൻറ്റു ഡിപ്പാർച്ചർ ഓഫ് ദാറ്റ് ലൈൻ, ഡിപ്പാർച്ചർ ഓഫ് ദാറ്റ് ലൈൻ ഡിവൈഡഡ് ബൈ സം ഓഫ് ഡിപ്പാർച്ചർ ഓഫ് ട്രാവേഴ്സ്, സം ഓഫ് ഡിപ്പാർച്ചർ ഓഫ് ട്രാവേഴ്സ്. ഓക്കെ, നേരത്തെ അവിടെ ലാറ്റിറ്റ്യൂഡിന് കൊടുത്തതിന് വരെ ഞാൻ എന്തു ലാറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ലൈന് വരം ഡിപ്പാർച്ചർ ഓഫ് ദാറ്റ് ലൈൻ ആക്കി. ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ട്രാവേഴ്സിന് വരം ടോട്ടൽ ഡിപ്പാർച്ചർ ഓഫ് ട്രാവേഴ്സ് ആക്കി. ഓക്കെ, ടോട്ടൽ ഡിപ്പാർച്ചർ ഓഫ് ട്രാവേഴ്സ്. ഓക്കെ, ശരി. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എന്തറിയാം? ഫോർ എ ക്ലോസ്ഡ് ട്രാവേഴ്സ്, ഫോർ എ ക്ലോസ്ഡ് ട്രാവേഴ്സ് സിഗ്മ ഡിപ്പാർച്ചർ ഈസ് ഈക്വൽ ടു 0. നമുക്കിവിടെ എന്തെഴുതാം? സിഗ്മ ഡിപ്പാർച്ചർ പ്ലസ് സി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ സാധനം. സോ ഇതെത്ര? 0.22 പ്ലസ് സി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. സി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു -0.22 -0.22. ഓക്കെ, ഞാൻ എന്തെഴുതുന്നു? ടോട്ടൽ കറക്ഷൻ ഇൻ ഡിപ്പാർച്ചർ ഈസ് ഈക്വൽ ടു -0.22. ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായി? എൻ്റെ ഡിപ്പാർച്ചറിൻ്റെ കറക്ഷനും എല്ലാം എന്താണ്? നെഗറ്റീവാണെന്ന് മനസ്സിലായി അല്ലേ? ഞാൻ എല്ലാം കുറച്ച് കൊടുക്കുകയാണ് ചെയ്യാനുള്ളതെന്ന് എനിക്കിവിടെ മനസ്സിലായി. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? അവിടെ എല്ലാത്തിനും മൈനസ് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? ഓരോരോ കറക്ഷനായിട്ട് കണ്ടുപിടിക്കുക അല്ലേ? ടോട്ടൽ കറക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇനി സൈൻ കൺസിഡർ ചെയ്യണോ? ഇനി സൈൻ ഒന്നും കൺസിഡർ ചെയ്യണ്ട. 0.22 ഇൻറ്റു ഡിപ്പാർച്ചർ ഓഫ് ദാറ്റ് ലൈൻ ഡിവൈഡഡ് ബൈ സം ഓഫ് ഡിപ്പാർച്ചർ. നോക്കിയേ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. നോക്കിയേ, സം ഓഫ് ഡിപ്പാർച്ചർ. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡിപ്പാർച്ചറിൻ്റെ സം കണ്ടുപിടിക്കണം. 63, 209, 47 -119 -199 എടുത്താൽ എനിക്ക് ഉത്തരം കിട്ടുന്നത് 0.22 എന്നായിരിക്കും. അപ്പോൾ അതല്ല ഞാൻ കൺസിഡർ ചെയ്യണം. എന്ത് ചെയ്യുക? ഇതിനെല്ലാം പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. 63, 209, 47 പ്ലസ് 119 പ്ലസ് 199 എല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. നെഗറ്റീവിനെ കൺസിഡർ ചെയ്യുക. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അത് ഞാൻ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 638/76. എത്രയാണ്? 638/76. 638.76. ഓക്കെ, ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഇനി ഞാൻ എന്ത് ചെയ്യുക? ഓരോ ലൈനായിട്ട് കണ്ടുപിടിക്കുക. നേരത്തെ ഇവിടെ ലാറ്റിറ്റ്യൂഡിന് ചെയ്തതുപോലെ കണ്ടുപിടിക്കുക. സോ കറക്ഷൻ ഫോർ ഡിപ്പാർച്ചർ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 0.22 ഇൻറ്റു ഡിപ്പാർച്ചർ ഓഫ് എ ബി. എ ബിൻ്റെ ഡിപ്പാർച്ചർ എത്ര? 63.34 അല്ലേ? 63.34 ഡിവൈഡഡ് ബൈ 638.76 ഇസ് ഈക്വൽ ടു. അതുപോലെ കറക്ഷൻ ഫോർ ഡിപ്പാർച്ചർ ഓഫ് ബി സി ഈസ് ഈക്വൽ ടു 0.22 ഇൻറ്റു ഡിപ്പാർച്ചർ ഓഫ് ബി സി ഡിവൈഡ് ബൈ 638.76. ഓക്കെ, ഇനി നമുക്ക് ഏതോ ഒരു നെഗറ്റീവ് വരുന്ന നോക്കാം. നെഗറ്റീവ് വരുന്ന ആരുണ്ട്? ഡി ഇ അല്ലേ? -119.56. സോ ബി സി ആയി ഞാൻ ഇനി എന്ത് കണ്ടുപിടിക്കണം? കറക്ഷൻ ഫോർ സി ഡി. സി ഡി ഈസ് ഈക്വൽ ടു 0.22 ഇൻറ്റു ഡിപ്പാർച്ചർ ഓഫ് സി ഡി ഡിവൈഡ് ബൈ 638.76 ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? സി ഡി കഴിഞ്ഞാൽ നെക്സ്റ്റ് കറക്ഷൻ ഫോർ ഡിപ്പാർച്ചർ ഓഫ് ഡി ഇ. ഡി ഇൻ്റെ എത്ര? 0.22 ഇൻറ്റു ഡിപ്പാർച്ചർ ഓഫ് ഡി ഇ എത്ര? ഡിപ്പാർച്ചർ ഓഫ് ഡി ഇ എന്ന് പറയുന്നത് -119.56 ആണ്. എത്ര? -119.96 അല്ലേ? 119.96 അല്ലേ? 119.56 119.56 119.56. നോക്കിയാൽ ഞാനിവിടെ മൈനസ് കൺസിഡർ ചെയ്യരുത്. ഓക്കെ, മൈനസ് കൺസിഡർ ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അത് എഴുതുക. 638.76
76. ഓക്കെ, സോ ലാസ്റ്റ് വൺ ഇ എ ചെയ്യുക. ഇ എൻ്റെ എത്ര 0.22 ഇൻറ്റു അവിടെ നെഗറ്റീവാണ്, നെഗറ്റീവ് കൺസിഡർ ചെയ്ത് ഡിപ്പാർച്ചർ ഓഫ് ഇ എ ഡിവൈഡ് ബൈ 638.76. ഓക്കെ, ഇതെല്ലാം അവിടെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടുന്നു? ഓരോ കറക്ഷനായിട്ട് കിട്ടുന്നു. 1-2 എണ്ണം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് കറക്ഷൻ എത്ര കിട്ടുന്നത്? 0.22 ഇൻറ്റു 63.34 ഡിവൈഡ് ബൈ 638. 638.76. സോ കിട്ടുന്ന ഉത്തരം 0.02 എന്നാണ്. ഓക്കെ, ഇനി ഏതുണ്ട്? ഡി ഇൻ്റെ ചെയ്ത് നോക്കാം. 0.22 ഇൻറ്റു 119.56. 119.56 ഡിവൈഡ് ബൈ 638.76. സോ എനിക്ക് കിട്ടുന്ന ആൻസർ 0.41 എന്നാണ്. ഓക്കെ, ഈ കിട്ടിയതല്ല നമ്മൾ കണ്ടുപിടിച്ചെല്ലാം നമുക്ക് ആ ടേബിളിലൊന്ന് എഴുതി കൊടുക്കാം. ഇതാ ടേബിളിൽ ആരുണ്ട് നമുക്ക്? ആദ്യം എ ബിൻ്റെ അറിയാം 0.02. ഓക്കെ, എ ബിൻ്റെ എത്രയാണ്? 0.02. 0.02. ഇനി ഏതാണ് നമുക്കറിയാവുന്നത്? നമ്മൾ കണ്ടുപിടിച്ചതുണ്ട് ഡി ഇൻ്റെ അല്ലേ 0.41. ഡീൻ്റെ എത്രയാണ്? 0.041. ഡീൻ്റെ എത്രയാണ്? 0.041 ആണ്. 0.041 ഡി ഇൻ്റെ ഡി ഏതാ? എ ബി ബി സി സി ഡി ഡി 0.041. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യുക? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് വെക്കുക. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്തായി? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ബൗഡിച്ച് റൂളിൽ കറക്ഷൻ അപ്ലൈ ചെയ്ത അതേ ക്വസ്റ്റ്യനായി അല്ലേ? ലാറ്റിറ്റ്യൂഡ് അറിയാം, നമുക്ക് എന്തറിയാം? ലാറ്റിറ്റ്യൂഡ് അറിയാം, ലാറ്റിറ്റ്യൂഡിൻ്റെ കറക്ഷൻ അറിയാം. സോ കറക്റ്റഡ് ലാറ്റിറ്റ്യൂഡ് കിട്ടും. കറക്റ്റഡ് ലാറ്റിറ്റ്യൂഡ് ഒരെണ്ണം കണ്ടുപിടിച്ചേ. ഇതെത്ര? 62.97 അല്ലേ? 62.97. അതിൻ്റെ കറക്ഷൻ എത്ര? ലാറ്റിറ്റ്യൂഡിൻ്റെ കറക്ഷൻ -0.66 കിട്ടുന്നതായിരിക്കും എനിക്കെന്ത്? ഇവിടുത്തെ ആൻസർ എത്ര കിട്ടും? 62.31. ഓക്കെ, 62.31 ആൻസർ കിട്ടി. ഓക്കെ, അതുപോലെ ഇനി വേറെ ഏതിൻ്റെ അറിയാം? എനിക്കിത് ഇവിടെ അറിയാം അല്ലേ? -143.67 -0.15 ചെയ്യുമ്പോൾ എനിക്കിവിടെ ഒരു ആൻസർ കിട്ടുന്നു. ഓക്കെ, അതുപോലെ ഇനി എന്ത് ചെയ്യുക? ഡിപ്പാർച്ചറിൻ്റെ കറക്ഷൻ എല്ലാത്തിനും അപ്ലൈ ചെയ്യുക. ഇതേ ഇവിടുത്തെ അപ്ലൈ ചെയ്യുക, എല്ലാ ലൈനിൻ്റെയും കറക്ഷൻസ് അപ്ലൈ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ രീതിയിൽ വീണ്ടും ഇതിന് പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യുക? അടുത്ത ഡിപ്പാർച്ചറിൻ്റെ കറക്ഷൻ നോക്കുക. ഡിപ്പാർച്ചറിൻ്റെ കറക്ഷൻ നോക്കുക. ഓക്കെ, ഡിപ്പാർച്ചറിൻ്റെ കറക്ഷൻ ഏതുണ്ട്? നമ്മളതിൽ ആദ്യത്തെ ഉണ്ടല്ലേ? 63.34 -0.02. ആൻസർ എത്ര? 63.32 എന്ന് ആൻസർ കിട്ടി അല്ലേ? അതുപോലെ ഇനി ഏതുണ്ട് നമ്മുടെ കയ്യിൽ? കറക്ഷൻ -0.04 ഉണ്ടല്ലേ? -119.56 -0.04. ഓക്കെ, -119.6 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുക? എല്ലാ ലൈനിൻ്റെയും കറക്ഷൻ കണ്ടുപിടിക്കുക, കറക്റ്റഡ് ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, കറക്റ്റഡ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കുക. കറക്റ്റഡ് ലാറ്റിറ്റ്യൂഡും കറക്റ്റഡ് ഡിപ്പാർച്ചറും കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് കഴിഞ്ഞു? പിന്നെ എന്ത് ചെയ്താൽ ഈ കറക്റ്റഡ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് കറക്റ്റഡ് ലാറ്റിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് കറക്റ്റഡ് ഡിപ്പാർച്ചറിൻ്റെ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് ചെയ്താൽ മതി. ഇതെല്ലാം എന്ത് ചെയ്യുക? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എല്ലാം അതേ കാര്യങ്ങൾ തന്നെയാണ് ഫോളോ ചെയ്യാനുള്ളത്. ഓക്കെ, ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്താണത്? ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഇക്വേഷനാണ് അല്ലേ? എന്ത് ചെയ്തു? കറക്ഷൻ ഫോർ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ കറക്ഷൻ്റെ ലാറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ലൈൻ ഡിവൈഡ് ബൈ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ട്രാവേഴ്സ് ചെയ്തു. ആ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ഓഫ് ട്രാവേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് സൈൻ കൺസിഡർ ചെയ്യരുത്. ലാറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ലൈൻ ചെയ്യുമ്പോഴും സൈൻ കൺസിഡർ ചെയ്യരുത്. സൈനിൻ്റെ പരിപാടിയല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ കറക്ഷൻ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ടോട്ടൽ കറക്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള കറക്ഷൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? അതിനവിടെ ഒഴിവാക്കി വെച്ചു. പിന്നെ നമ്മൾ സൈനിലൊന്നും കയറി തൊടുകയേ ചെയ്യരുത്. ഓക്കെ, അത്രയാണ് എന്ത്? ബൗഡിച്ച് റൂളിലും ട്രാൻസിറ്റ് റൂളും നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ബൗഡിച്ച് റൂളും ട്രാൻസിറ്റ് റൂളും നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സോ ഇനി നമുക്കുള്ള 2 റൂളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 മെത്തേഡുകളെന്ന് പറയുന്നത്, ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, ഗ്രാഫിക്കൽ മെത്തേഡ്. ഇത് ബേസ്ഡ് ഓൺ
ബൗഡിച്ച് റൂളാണ്. ഓക്കെ, തൽക്കാലം നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന് പ്രൊസീജിയറൊക്കെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, ഇത് ഗ്രാഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് കൺസിഡർ ചെയ്യണം. അത് ക്ലോസ് ആകുന്നില്ല, മാറി നിൽക്കുന്നു. സോ ഞാൻ എന്ത് ചെയ്യണം, ഓരോ സ്ഥലത്തും ഓരോ എററുകൾ കൊടുക്കണം. ഓക്കെ, ആ എററുകൾ കാരണം ഇത് ക്ലോസ് ആവേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഫിഗർ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗറായിട്ട് മാറും. സോ ഇതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ലെങ്ത് എടുക്കുന്നു, ഓരോ കറക്ഷൻ അതിന് പ്രപ്പോർഷണലായിട്ട് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ആ ഒരു പ്രൊസീജിയർ നമുക്ക് തൽക്കാലം നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് ബേസ്ഡ് ഓൺ ബൗഡിച്ച് റൂളാണെന്ന് മാത്രം നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം പഠിക്കാനുള്ളത് ഗെയിൽസ് ട്രാവേഴ്സ് ടേബിളാണ്. എന്താണ് ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ? അങ്ങനെ ഒരു സാധനമുണ്ട്. അതെന്താണെന്നൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇറ്റ് ഈസ് ദി ടാബുലാർ ഫോം ഓഫ് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ്റെ ഒരു ടാബുലാർ ഫോമാണ് എന്ത്, ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ. ഓക്കെ, നമ്മൾ ഈ ചെയ്ത കാര്യമില്ലേ, നമ്മളിപ്പോൾ ബൗഡിച്ച് റൂളും ട്രാൻസിറ്റ് റൂളും ഒക്കെ വെച്ച് ചെയ്തില്ലേ, ആ ചെയ്ത കാര്യങ്ങൾ ഒരു ടേബിളിലാക്കി ചെയ്യുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണത് ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ. അതിനെന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടൊരു ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ വരച്ച ടേബിളല്ല, അതിനായിട്ട് വേറൊരു ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, ഓരോ സ്റ്റേഷൻ്റെ ആംഗിളുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ബൗഡിച്ച് റൂളിലും ട്രാൻസിറ്റ് റൂളിലും നമ്മൾ എന്ത് ചെയ്തില്ല, ആംഗുലാർ കറക്ഷൻസ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലല്ലേ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആംഗുലാർ കറക്ഷൻ അപ്ലൈ ചെയ്യണം. ആ ആംഗുലാർ കറക്ഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കണം. ആ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിച്ചതിന് ശേഷം എന്താ, ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക. ലെങ്ത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക അല്ലേ. അതാണ് നമ്മുടെ എയിം. എന്താണ് ഇതെല്ലാം ചെയ്തിരുന്നു. ഓക്കെ, ഞാനിപ്പോൾ ട്രാവേഴ്സ് എല്ലാം വരച്ചു. ഈ ട്രാവേഴ്സ് എന്തായിരുന്നു, ക്ലോസ് അല്ലായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു, കറക്ഷനൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനെന്താക്കി, ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ആക്കി. ക്ലോസ്ഡ് ട്രാവേഴ്സ് ആക്കിയാൽ നമ്മുടെ പണി കഴിയുന്നില്ലല്ലേ. ഇനി എന്ത് ചെയ്യണം, ഞാൻ ഇവിടുത്തെ എല്ലാം ടോട്ടൽ കോർഡിനേറ്റുകളെ കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, ടോട്ടൽ കോർഡിനേറ്റുകളെ കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ ഗെയിൽസ് ട്രാവേഴ്സ് ടേബിളിൻ്റെ ഏറ്റവും ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് ടോട്ടൽ കോർഡിനേറ്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു വലിയ പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് അതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകാത്തത്. ഏറ്റവും അവസാനം ആ ഒരു ടേബിളിൻ്റെ ഏറ്റവും അവസാനത്തെ കോളം എന്ന് പറയുന്നത് ടോട്ടൽ കോർഡിനേറ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേഷൻ്റെ ടോട്ടൽ കോർഡിനേറ്റ് കിട്ടുന്നു, സെക്കൻഡ് സ്റ്റേഷൻ്റെ ടോട്ടൽ കോർഡിനേറ്റ് കിട്ടുന്നു, തേർഡ് സ്റ്റേഷൻ്റെ ടോട്ടൽ കോർഡിനേറ്റ് കിട്ടുന്നു. എല്ലാ ടോട്ടൽ കോർഡിനേറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും അവസാനം അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഓക്കെ, ലാസ്റ്റായിട്ട് നമുക്കൊരു കാര്യം നോക്കാനുള്ളത് എറർ ഓഫ് ക്ലോസറിൻ്റെ ലിമിറ്റ്സ് അല്ലെങ്കിൽ വാല്യൂസ്. ആ ഒരു ടേബിളും കൂടെ നമ്മൾ ലാസ്റ്റായിട്ടൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, നമ്മളുടെ ട്രാവേഴ്സിനെ നമുക്ക് 5ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ട്രാവേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ട്രാവേഴ്സ്. നെക്സ്റ്റ് സെക്കൻഡ് ഓർഡർ ട്രാവേഴ്സ്. തേർഡ് ഓർഡർ ട്രാവേഴ്സ്. നെക്സ്റ്റ് ട്രാവേഴ്സിങ് യൂസിങ് മൈനർ തിയോഡോലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ട്രാവേഴ്സ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമ്പസ് ട്രാവേഴ്സ്. ഇതിൽ ആംഗുലാർ മെഷർമെൻറ്റ്സിൻ്റെ എറർ ലിമിറ്റ്, എറർ ഇൻ ആംഗുലാർ മെഷർമെൻറ്റ്സ് എത്രത്തോളം എറർ ആംഗുലാർ മെഷർമെൻറ്റ്സിൽ പെർമിസിബിൾ ആണ്. ഈ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, കാണാതെ പിടിച്ച് വെക്കുക. ഓക്കെ, അതവർ കോഡ് തന്നിട്ടുള്ള ലിമിറ്റ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ട്രാവേഴ്സ് ആണെങ്കിൽ അത് 6 സെക്കൻഡ് ഇൻറ്റു √n ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ 6ൻ്റെ നേരെ ഇരട്ടിയിലേക്ക് പോവുക, അതിൻ്റെ അടുത്തൊരു വാല്യൂ 15 സെക്കൻഡ് √n ആയിരിക്കും. തേർഡ് ആകുമ്പോൾ വീണ്ടും അതിൻ്റെ ഇരട്ടിയിലേക്ക് പോവുക, 30 സെക്കൻഡ് √n. മൈനർ തിയോഡലൈറ്റ് ആകുമ്പോൾ വീണ്ടും അതിൻ്റെ ഇരട്ടിയിലേക്ക് പോവുക,
60 സെക്കൻഡ് ഇൻറ്റു √10. നോക്കി ഇതെല്ലാം എന്താണ് തിയോഡലൈറ്റ് ഒക്കെ വെച്ച് ചെയ്യുന്ന ട്രാവേഴ്സിംഗ് ആണല്ലേ. സോ അതിനുള്ള ആക്യുറസി കൂടുതലായിരിക്കും. നോക്കി ഇനിയുള്ളത് ഏതാണ്? കോമ്പസ് ആണ്. കോമ്പസ് എന്ന് പറഞ്ഞാൽ ആക്യുറസി ഭയങ്കര കുറവാണ്. സോ അതെന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. 15 മിനിറ്റ് ഇൻറ്റു √n. ഇനി എന്താണ് n? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ട്രാവേഴ്സ് ആണ്. ഓക്കെ, ട്രാവേഴ്സ് ഓക്കെ ആണല്ലോ. അതുപോലെ നമുക്ക് എന്താ ഇത് എറർ ഇൻ ആംഗുലാർ മെഷർമെൻറ്റ്സ് ആണ് അല്ലേ. ഇനി എന്താ എറർ ഇൻ ലീനിയർ മെഷർമെൻറ്റും കൂടെ നോക്കാം. എറർ ഇൻ ലീനിയർ മെഷർമെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എന്താ 1 in 25,000. അതായത് 25,000 മീറ്റർ ഞാൻ അളക്കുകയാണെങ്കിൽ അതിൽ 1 മീറ്റർ മാത്രമേ മാക്സിമം എറർ പെർമിറ്റ് ഉള്ളൂ. ഓക്കെ, അതുപോലെ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ 1 in 10,000. തേർഡ് ഓർഡർ ആണെങ്കിൽ 1 in 5,000. മൈനർ തിയോഡലൈറ്റ് ആണെങ്കിൽ 1 in 300. കോമ്പസ് ആണെങ്കിൽ 1 in 300 to 1 in 600. ഇതാണ് എന്ത് എറർ ലിമിറ്റ് ഇൻ ആംഗുലാർ മെഷർമെൻ്റ് ആണ്. എറർ ലിമിറ്റ് ഇൻ ലീനിയർ മെഷർമെൻറ്റ്സ് ഇൻ ട്രാവേഴ്സിങ്. ഓക്കെ, ഇത്രയായപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ട്രാവേഴ്സിങ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് മീറ്റ് ചെയ്യാം. ARC, the Gate Coaching Hub of Kerala.